നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒക്ടോബർ 2 വിജയദശമി ദിനം വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങൾക്കാണ് തുടക്കമായത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഭക്തജന പ്രവാഹമാണ്. പാർവതി സങ്കല്പത്തിൽ വരുന്നതാണ് വളയനാട് ദേവീക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂതിരി നിർമ്മിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ സങ്കല്പമായിട്ട് വരുന്നത്. കുട്ടികളും മുതിർന്നവരുമൊക്കെ ഉൾപ്പെടെ വ്രതം നോറ്റ് നവരാത്രി ആഘോഷങ്ങൾക്കുള്ള തുടക്കം ഇന്ന് കുറിക്കുകയാണ്. വളയനാട് വാദ്യസംഘത്തിന്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ വാദ്യമേളം. വരും ദിവസങ്ങളും ഇത്തരത്തിൽ കൂടുതൽ പരിപാടികളും ആഘോഷങ്ങളുമൊക്കെ സംഘടിപ്പിക്കാനാണ് ക്ഷേത്രഭാരവാഹികളും മറ്റുമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ, അവസാനത്തെ 3 ദിവസം ട്രിപ്പിൾ തായമ്പക, നവരാത്രി ലാസ്റ്റ് ദിവസം സരസ്വതി പൂജ ഉണ്ടാവും. നമ്മളെ എഴുത്തിനിരുത്ത് 1-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം 6:30 വരെ നൃത്താർച്ചന. ഇന്ന് മുതൽക്കാണ് നവരാത്രി വ്രതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽക്ക് ഒരുപാട് ഭക്തർ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ എത്തിയിട്ടുണ്ട്. ദൂരദേശത്ത് നിന്ന് പോലും കുഞ്ഞുങ്ങളെ എഴുത്തിരിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇന്ന് ഏതായാലും നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലും നവരാത്രികാല ആഘോഷങ്ങളുടെ സജ്ജീകരണങ്ങൾ ആരംഭിച്ചു. ഇന്നു മുതൽ 9 രാവും 10 പകലും നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങളാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിനകത്തും അതുപോലെ തന്നെ പുറത്തുനിന്നുമുള്ള നിരവധിയായിട്ടുള്ള കലാകാരന്മാരാണ് ഈ നവരാത്രി കാലത്ത് ക്ഷേത്രത്തിൽ എത്തി അവരുടെ കലാപ്രകടനം നടത്തുവാനായി ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ചോറ്റാനിക്കര ദേവിയുടെ ഒരു പ്രത്യേകത രാവിലെ സരസ്വതി ഭാവത്തിലും ഉച്ചയോടുകൂടി മഹാലക്ഷ്മി ഭാവത്തിലും തുടർന്ന് വൈകിട്ട് ദുർഗാദേവിയുടെ ഭാവത്തിലുമാണ് ഈ ചോറ്റാനിക്കര ദേവി ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നത്. അതിനാൽ തന്നെ ഏറെ പ്രാധാന്യം ഈ നവരാത്രി കാലത്തുമുണ്ട്. 2-ാം തീയതി ഏകദേശം 2000 മേലെ കുരുന്നു കുട്ടികൾ ഇവിടെ ചോറ്റാനിക്കര ഭഗവതി മന്ദിറിൽ അധ്യക്ഷരം കുറിക്കും. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ദേവസ്വവും ക്ഷേത്രോപദേശ സമിതിയും കൂടി ഒരുക്കിയിട്ടുണ്ട്. കേരള ജസ്റ്റിസ് നഗരേഷാണ് ഈ ഒരു നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുക. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.